ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഫെബ്രുവരി 28, സമയം ഏകദേശം 9:30 ആകാനായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. പിന്നീട് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തി ഒരു പുൾ ബാക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50 നോക്കുകയാണെങ്കിലും സെയിം സ്ട്രക്ചർ തന്നെ, ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു, ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നടത്തി, പിന്നീട് ഒരു പുൾ ബാക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇന്നത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു സെൽ സൈഡ് എൻട്രി, അതായത് ഒരു പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് എടുക്കാനാണ്. ബാങ്ക് നിഫ്റ്റി തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിലും ഏകദേശം ഒരു നെഗറ്റീവ് സ്ട്രക്ചർ തന്നെയാണ്, ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഉള്ളത്. ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ഉണ്ട്, ഫോളോ ചെയ്തൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ ആ ഒരു പ്രൈസ് ആക്ഷൻ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് ആദ്യത്തെ ആ ഒരു റെഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു പുൾ ബാക്ക് എന്ന രീതിയിലാണ് ഞാനിപ്പോൾ മാർക്കറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ വന്നു, പിന്നെ ഇപ്പം നടന്നിരിക്കുന്ന ഒരു ചെറിയൊരു പുൾ ബാക്ക്. സോ വീണ്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു ആൻഡ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. സോ എന്തായാലും ആ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു ട്രേഡ് ഞാനിവിടെ എടുക്കുകയാണ്, ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷൻ. ജസ്റ്റ് 1 ലോട്ട്, പ്യൂർലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം. അപ്പോൾ ആ ഒരു ഡിസ്ക്ലെയിമർ വായിച്ചിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 1 ലോട്ട് ബാങ്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷൻ. എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഡൗൺ സൈഡ് മൂവാണ്. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ഫോർ ദ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു പുൾ ബാക്ക് ഈ ഒരു ലെവലിൽ നിന്ന് നോർമലി എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് പിന്നീട് ആ ഒരു ഫോളോ അപ്പ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഒരു പാനിക് ക്രിയേറ്റ് ചെയ്യും. കാരണം ഓൾറെഡി നെഗറ്റീവ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഉള്ളത് തന്നെ. സോ വെയിറ്റിംഗ് ആൻഡ് ആ ഒരു ഫാള് വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് റിവേഴ്സിലാണ് വരുന്നതെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലോസ് ബുക്ക് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു ഹൈ ലെവലിൽ ആണ് ഞാൻ ആ ഒരു സ്റ്റോപ്പ് ലോസ്, ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് എന്ന രീതിയിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ആ ഒരു ലെവലോട്ട് വരുന്ന സമയത്ത് എൻ്റെ വ്യൂ റോങ് ആവും. ആ ഒരു പുൾ ബാക്ക് എടുത്തിട്ട് താഴോട്ട് പോകുന്നതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഒരു ഇന്നത്തെ ആ ഒരു സെറ്റപ്പ് എന്നുള്ളത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സിറ്റ് ചെയ്യും. ഓക്കെ, സോ അത്യാവശ്യം ഒരു പ്രോഫിറ്റാണ്, ഓൾമോസ്റ്റ് ഒരു 30 പോയിൻറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ് വന്നിരിക്കുന്നത്. ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഡേ ലോ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫർദർ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂഷൻ നമുക്ക് അവിടെ കിട്ടും. ഒരു പ്രോപ്പർ ബ്രേക്ക് ഡൗൺ നടക്കുവാണെങ്കിൽ, ഈ ലെവലിൻ്റെ താഴെ ഒരു പ്രോപ്പർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ നടക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ ഒരു ടാർഗറ്റ്, എൻ്റെ ഒരു പ്രോഫിറ്റ് എനിക്ക് അവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു മൂവ്. ഓക്കെ, ആ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ ദെൻ സ്റ്റോപ്പ് ലോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, മേ ബി ഒരു പ്രീമിയത്തിലൊരു 60 to 100 പോയിൻറ്റ്. ഇപ്പം മന്ത്ലി പ്രീമിയമാണ് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 60 to 100 പോയിൻറ്റിനുള്ളിൽ ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്യും. ഓക്കെ സാർ, അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സാർ, അപ്പോൾ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. ഇന്നത്തെ ആ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാങ്ക് നിഫ്റ്റിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തിരിച്ച് മുകളിലോട്ട് വരുവാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ആ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ ഞാൻ എന്താണോ ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്ത മൂവ്മെൻറ്റ് അത് ഇവിടെ നിഫ്റ്റി തന്നിട്ടുണ്ട്. ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അതേ ആ ഒരു സ്ട്രക്ചറിൽ നിഫ്റ്റി ഇവിടെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിഫ്റ്റിയിലാണ് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ടൈമും ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ നിഫ്റ്റി സ്പോട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഞാൻ അധികം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. പ്രീമിയം ഏകദേശം ഒരു 60 പോയിൻ്റ് അടുത്തൊക്കെ പ്രോഫിറ്റ് വന്നതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് അവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഓൾറെഡി ആ ഒരു പ്രോഫിറ്റ് കിട്ടേണ്ട മീൻസ് നിഫ്റ്റിയിലാണ് എടുത്തിരുന്നെങ്കിൽ അവിടെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത് തന്നെ. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിലും സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും മുകളിലോട്ട് വന്നിട്ടുണ്ട്. ദറ്റ് മീൻസ് അതൊരു ഫാൾസ് ബ്രേക്ക് ഡൗൺ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അധികം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ചെറിയൊരു ലോസ് പ്രോഫിറ്റ് ആണുള്ളത്, ബ്രേക്ക് ഈവൻ ഒരു 10 പോയിൻറ്റ് 20 പോയിൻറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പം അത് ബുക്ക് ചെയ്യുക.
ഇന്നത്തെ ട്രേഡ് ഇവിടെ അവസാനിപ്പിക്കുക. അതാണ് ഇനി എൻ്റെ നെക്സ്റ്റ് പ്ലാന്. അപ്പോൾ ട്രേഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യുവാണ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിയർലി ഒരു 10-15 പോയിൻറ്റ് അത്രേ ഉള്ളൂ. കോസ്റ്റ് ഓക്കെ 385 പോയിൻറ്റ്. സോ 385 റുപ്പീസ്. സോ ഓക്കെ. അപ്പോൾ എന്താണ് ഞാൻ ട്രേഡിൻ്റെ ലോജിക്ക്, ഞാൻ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താണ് ലോജിക്കിൽ എടുത്തത്, അത് നിഫ്റ്റി എനിക്ക് തന്നിട്ടുണ്ട്, ബട്ട് ബാങ്ക് നിഫ്റ്റി തീരെ മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഓക്കെ കേസ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ.